തേവലക്കര എബ്രോൺ മാർത്തോമ പള്ളി ഇതിലേക്ക് ആദ്യമായിട്ട് കടന്നു വരാൻ സാധിക്കുന്ന സന്തോഷം. സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഇവിടെ 60 മുകളിൽ എന്ന് പറയുമ്പോൾ വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്നതുകൊണ്ട് തോന്നുമായിരിക്കും. വെച്ചാൽ പലരും മുടി പോലും നരച്ചിട്ടില്ലാത്ത ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വാർദ്ധക്യ സഹജമൊന്നും പറയാനായിട്ടില്ലെങ്കിലും സീനിയർ സിറ്റിസൺസ് 60 മേലിൻ്റെ പ്രായമുള്ളവരുടെ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ക്രൈസ്തവ വീക്ഷണകോണിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊന്ന് പങ്കുവെക്കുന്ന കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ഞങ്ങളെ അല്പസമയം കർത്താവെ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്കത് ഏറ്റവും പ്രയോജനപരമാക്കി തീർക്കണം. അത് ഇന്നത്തേക്ക് മാത്രമല്ല, നിത്യതയോളം നിങ്ങൾക്ക് പ്രയോജനകരമുള്ള കാര്യമായിട്ട് കാര്യങ്ങൾ കർത്താവെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കൽപാത്രങ്ങളിലെ വെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ വീഞ്ഞാക്കിയ കർത്താവിൻ്റെ കരങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഈ സെഷനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകിയാണ്ട് സ്നേഹത്താൽ നിറച്ചായിട്ട് ഞങ്ങളത്തിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആ ഒരു സമാധാനത്തോടെ സ്വസ്ഥതയോടെ കാര്യങ്ങൾ കർത്താവെ ഞങ്ങളെ മനസ്സിലാക്കുവാനും അത് ഞങ്ങളുടെ മാനസികവും ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തിന് കർത്താവെ മുതൽക്കൂട്ടായ തക്കവണ്ണം അവിടുന്ന് തന്നെ ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപഴകണം. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം കേസ് കർത്താവിന് വലിയ മാന്യമുള്ള നാമത്തിൽ. അപ്പോൾ തോമസ് മത്സർ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 24 വർഷമായെന്ന് പറയാം. എൻ്റെ 17ാമത്തെ വയസ്സിൽ സെക്കൻഡറി ഡിഗ്രി, അന്നത്തേക്ക് +2 സെക്കൻഡറി ഡിഗ്രിക്ക് തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ 10 വരെ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ലൂർദ് മാതാ സ്കൂൾ കോവിത്തോട്ടത്ത് അവിടെ 10 വരെ പഠിച്ചത്. എനിക്കൊന്ന് സാറിൻ്റെയൊക്കെ മക്കളൊക്കെ അവിടെയൊക്കെ പലരുടെയൊക്കെ മക്കളുമൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലരെയൊക്കെ എനിക്ക് അറിയാവുന്നവരൊക്കെ കാണും. ഞാൻ 98 SSLC ആയിരുന്നു. അപ്പോൾ അവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു സ്കൂളായതുകൊണ്ട് യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് ഞാൻ വളരെ അമ്പലഭക്തനായിരുന്നു. ഒരു ഹൈന്ദവ കുടുംബം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ ഭയങ്കര അമ്പലഭക്തിയിൽ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള ഒരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ 2 അമ്പലത്തിൽ ചന്ദനക്കുറിയെങ്കിലും തൊട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്നുള്ളൂ. അതുപോലെ ഭക്തിയും നാമജപവും ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ട്രാൻസ്ലേറ്റ് മെഡിറ്റേഷൻ, പോസിറ്റീവ് തിങ്കിങ്, ഭഗവത്ഗീത, അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ വായിക്കും. ഈ സ്കൂൾ തലത്തിൽ തന്നെ പല കവിതകളൊക്കെ എഴുതുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ വായിക്കുകയും എഴുതുകയും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിൽ പോയപ്പോഴും അവിടെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള കോളേജാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല ബൈബിൾ വാക്യങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ വളരെ തികഞ്ഞ അമ്പലഭക്തനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം അതും ഇതും എല്ലാം ശരി എന്നുള്ളൊരു അർത്ഥത്തിലല്ല. പിന്നീട് ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ഗിഡിയൻസിൻ്റെ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഒരു സീനിയറായിട്ടുള്ള ചേട്ടൻ ഗിഫ്റ്റായിട്ട് തന്നു. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ തുറന്നു നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് ശരിക്കും ആ ഒരു ബൈബിളിലെ ആ ഒരു കർത്താവിൻ്റെ സ്നേഹത്താൽ യഥാർത്ഥത്തിൽ നിറയപ്പെടുന്ന പിടിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് ഡിഗ്രി അവസാനിക്കുന്ന സമയത്ത് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം രാവിലെ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു സമാധാനം ഇല്ലെന്നുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആത്മീയ ആരോഗ്യമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണല്ലോ. അപ്പം എൻ്റെ ആത്മാവിനെ ജീവിപ്പിച്ച ആ കർത്താവിൻ്റെ ആ കാര്യങ്ങൾ ഞാനൊന്ന് പ്രാരംഭമായിട്ട് തുടക്കത്തിലൊന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഒരു 17 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി അവസാനിക്കാറാണ് സമയം. പക്ഷേ പല പല ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ വലിയ സമാധാനത്തെക്കുറിച്ചൊക്കെ വലിയ ലേഖനങ്ങളും കവിതകളൊക്കെ ആ പ്രാവശ്യത്തെ കോളേജ് മാഗസീനിൽ എഴുതി ഒക്കെ ആളാണ്. പക്ഷേ ഇതൊക്കെ എഴുതിയ ആളും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശൂന്യത, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശൂന്യത മാതിരിയുള്ളൊരു ഭാവം, ഒരു ബോധത്തോടെ അന്ന് ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ അന്ന് കോളേജിലൊരു ഫിസിക്കൽസ് ബയോളജി ഒരു ഒളിമ്പിയാഡിൻ്റെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ പോർഷൻസ് പ്രഷപ്പ് ചെയ്യാൻ തോന്നുന്നെങ്കിലും മനസ്സിന് വല്ലാതൊരു ഭാരം മാതിരി, ശൂന്യത മാതിരി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ നിസ്സഹായാവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ബൈബിള് തുറന്നു നോക്കണമെന്ന് തോന്നി. അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കിട്ടിയായിരുന്നെങ്കിലും സെക്കൻഡ് ഡിഗ്രി ആയപ്പോഴേക്കും ഞാൻ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു ഫുൾ ബൈബിളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ബൈബിള് വല്ലപ്പോഴൊക്കെ എടുത്ത് മനസ്സ് നോക്കുകയും അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ രാവിലെ ഒരു 6:30 സമയമായിക്കോണം ഈ ഞായറാഴ്ച ദിവസം രാവിലെ. അപ്പം
ഞാൻ ബൈബിളിൻ്റെ താളുകൾ മറിച്ച് ഏതെങ്കിലും ഒരു ആശ്വാസം തരുന്ന ഒരു വചനത്തിനായിട്ട് എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിൽ വല്ലപ്പോഴൊക്കെ ഇതിനു മുമ്പൊക്കെ എടുത്തും വായിച്ച് നോക്കും അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ഒരു നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഞാൻ പിന്നീടൊരു പാട്ടിലിങ്ങനെ ആരും സഹായമായില്ലാതെ ഞാൻ പാരം വരഞ്ഞിടും വേളയിൽ ആരും സഹായമായില്ലാതെ ഞാൻ പാരം വരഞ്ഞിടും വേളയിൽ അരുമയോടരികിൽ വന്ന ആത്മനാഥൻ യേശുവാ അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ. എൻ്റെ യേശുനായകൻ എനിക്ക് അത്ര സ്നേഹിതം എന്നുള്ള ഒരു പാട്ടിലെ ആ വരികൾ അത് അന്ന് അനർത്ഥമായ ഒരു നിമിഷമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ബൈബിളത്തെ തുറന്ന് എൻ്റെ കണ്ണുകൾ ഉടക്കുന്നത് യെഹെസ്കേലിൻ്റെ പുസ്തകം 36 അധ്യായത്തിന് 25, 26, 27 വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ പുതിയൊരു ഹൃദയത്തെ നൽകും, പുതിയൊരു ആത്മാവിനെയും നൽകും, നിങ്ങളുടെ കല്ലുപോലെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയത്തെ നൽകും, നിങ്ങളുടെ സകല മലിനതകളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളെ ഞാൻ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കും എന്നാണ് യെഹെസ്കേൽ 36-ന്റെ 25, 26, 27 വാക്യങ്ങൾ. അത് എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുകയും സ്വർഗത്തിൻ്റെ വലിയൊരു സന്തോഷവും സമാധാനവും സ്നേഹവും അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്വർഗീയ സ്നേഹവും സമാധാനവും ഹൃദയത്തിൽ നിറയുകയും അത് യേശു കർത്താവുമായിട്ടുള്ള എൻ്റെ ആ ഒരു ആത്മീയ യാത്രയുടെ തുടക്കമായിരുന്നു. ആ ഒരു കർത്താവിനുള്ള ഒരു സ്നേഹബോധത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നീട് MBBS ആദ്യത്തെ ചാൻസലർ ഗവൺമെൻറ് സീറ്റിൽ പരിയാരത്ത് MBBS പഠിച്ചു. അതിനുശേഷം CMC വെല്ലൂർ സൈക്കാട്രിയിൽ BPM MD ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നാൾ അവിടെ തന്നെ വർക്ക് ചെയ്ത് അതിനുശേഷം കഴിഞ്ഞ ഒരു 5.5 വർഷമായിട്ടാണ് 2018 മെയ് ജൂൺ മാസമൊക്കെയാണ് ഞങ്ങൾ പ്രളയത്തിലേക്ക് തൊട്ട് മുമ്പാണ് നാട്ടിലോട്ട് എത്തുന്നത്. ഇവിടെ നാടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ തൊട്ട് പടിഞ്ഞാറായിട്ട് KSEB ഓഫീസ് ഒക്കെ കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ആദ്യത്തെ വീട്. ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. അതുപോലെ ക്ലിനിക്കിനെ കുറിച്ചും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഞാൻ വചനം സംസാരിച്ചത് ഇതുപോലെ സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഞാനൊക്കെ ആയിരിക്കുന്ന ചർച്ചിൻ്റെ അവിടെ കൊടുത്ത മെസ്സേജസൊക്കെ CFC കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്ത് CFC ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്ത് അതിനകത്തൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സാക്ഷ്യത്തെക്കുറിച്ചും പിന്നെ സാറ് പറഞ്ഞിട്ടും വൈഫിൻ്റെ കാര്യം പറഞ്ഞു. സ്ത്രീകളെ ഇതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൽ വന്ന് അങ്ങനെ ഒരാളെ തന്നെ കല്യാണം കഴിക്കാനും വലിയ സഹായിച്ചു. 3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളവിടെ കരുനാഗപ്പള്ളിയുടെ ഈ പ്രദേശത്ത് ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ തേവലക്കരയിൽ നിങ്ങളെയൊക്കെ വന്ന് മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞത് മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പം 60 വയസ്സിന് ശേഷം അപ്പം 2030 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ലോകത്തിൽ 6-ൽ ഒരാൾ 60 വയസ്സ് മേലുള്ളവരായിരിക്കും. എന്നുവെച്ചാൽ 6-ൽ 1 നിങ്ങളെപ്പോലെ 60 വയസ്സിന് മേലുള്ളവരായിരിക്കും. അത്രയും ആ ജെറിയാട്രിക് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുന്തോറും മനുഷ്യരുടെ ആരോഗ്യവും ആയുസ്സിൻ്റെ ദൈർഘ്യം എല്ലാം കൂടി വരുമ്പോഴത്തേക്കും സീനിയർ സിറ്റിസൺസ് വളരെ മെജോറിറ്റി ആകുന്ന ഒരു കാലഘട്ടം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഓൾറെഡി അങ്ങനെ കേരളത്തിലൊക്കെ എസ്പെഷ്യലി ആരോഗ്യ മേഖലയിൽ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദൈവം സഹായിച്ച് നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരുമ്പോൾ പൊതുവെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് പൊതുവെ നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ ചിന്തിക്കുന്നത്. മനസ്സിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിൻ്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പം അതിനുള്ള പല റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എസ്പെഷ്യലി വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വയസ്സാകുമ്പോൾ മക്കളൊക്കെ പഠിച്ച് കെട്ടിച്ച് വിടുന്നു, അല്ലെങ്കിൽ അവരൊക്കെ പഠിച്ച് പലയിടങ്ങളിൽ ജോലിക്കായിട്ട് പോകുന്നു. പിന്നെ കേരളത്തിലെ യുവാക്കളൊക്കെ വിദേശത്തോട്ടൊക്കെ പോകുന്നു. അപ്പം പിന്നെ അപ്പനും അമ്മയൊക്കെ കുറച്ചൊരു ഏകാന്തത, ആ ഒരു ലോൺലിനെസ് മാറാൻ വേണ്ടിയുള്ള ഉപാധികളാണ് ഇതുപോലെയൊക്കെയുള്ള സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പും ചർച്ച് മീറ്റിങ്സും ചർച്ച് ആക്ടിവിറ്റീസും എല്ലാം. അതിനൊക്കെ ഏറ്റവും വലിയ ആൻറ്റിഡോട്ടാണ് നമുക്ക് സഭയിൽ ഉള്ള കർത്താവിൻ്റെ മക്കളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു സഹവാസവും കൂട്ടായ്മയൊക്കെ അതിനൊക്കെ വളരെ പ്രതിരോധം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം എന്നാൽ
പലപ്പോഴും നമ്മളിലോട്ട് തന്നെ ഒതുങ്ങി അങ്ങൊരു ലോൺലിനെസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ ആ ഗ്രേറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ ഡെവലപ്പിംഗ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ദ എൽഡർലി എന്നാണ് എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ തന്നെ ഒറ്റയ്ക്കാകുന്നു. ശരിയാണ്, ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ മരണം, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിലേക്ക് പോകുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ളൊരു ഏകാന്തത അധികം അധികം എല്ലാവരോടും ചെന്ന് മിങ്കിൾ ചെയ്യാതെ നമ്മളങ്ങ് ഒറ്റയ്ക്ക് ഒരു കുക്കൂണിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഒതുങ്ങി തീരുമ്പോൾ ഉള്ള മനസ്സിൻ്റെ ഏകാന്തത കാരണം, മനസ്സിൻ്റെ ഏകാന്തതയൊക്കെ വരുമ്പോഴും പിന്നെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ. ശരിയാണ്, അപ്പോൾ ഏതൊരു പ്രായത്തിൽ അതിൻ്റെതായ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ LKG കുട്ടിയോട് ചോദിച്ചാൽ അതിന് സമ്മർദ്ദമാകും. പരീക്ഷ വരുന്നു എന്നാണ് ടീച്ചർ ചോദിക്കും, ഹോംവർക്ക് എഴുതണം. LKG-ക്കാരനും LKG-ക്കാരിക്കും അവരുടേതായ സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളുടേതായ ഓരോ പ്രായത്തിൽ, ഇപ്പോൾ 40 വയസ്സുള്ള ചെറുപ്പക്കാരിൽ, 60 വയസ്സുള്ള ഒരാളിലും 80 വയസ്സുള്ള ഒരാളിലും എല്ലാം അതിൻ്റെതായ പ്രായത്തിൻ്റെതായ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ജീവിതത്തിൻ്റെ ഇത്രയും കാലങ്ങൾ നീണ്ടുകൂടി അക്യുമുലേറ്റ് ചെയ്ത ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റും കൂടെ ഈ സമ്മർദ്ദങ്ങൾക്ക് വരാം. പലരും പല സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചാണ് നമ്മളതെല്ലാം കയറി വരുന്നത്. എങ്കിൽ പോലും ചിലപ്പോൾ ഒരു പീക്കിലെത്തുമ്പോൾ, ഒരു സമയത്തെത്തുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റായിട്ട് പഴയ കാര്യങ്ങളും പഴയ ഓർമ്മകളും ചിലപ്പോൾ നമുക്ക് തന്നെ ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവരെന്നാലും എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ. ചിലരോടുള്ള ചില വ്യക്തിപരമായ ചില ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകൾ, ചില സാമ്പത്തികമായിട്ടുള്ള ചില ഉലച്ചിലുകളായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മൾ വയസ്സ് ചെല്ലുമ്പം ശരിയാണ്, അവിടെ നടുവേദന, കൈകാല് വേദന, അതുപോലെ തന്നെ നമുക്ക് വല്ലാതെ ശാരീരികമായിട്ടുള്ള ക്ഷീണവും, പിന്നെ സാധാരണ കൂടെ വരുന്ന ഷുഗർ, പ്രഷർ, അങ്ങനെയൊക്കെയുള്ള കൂട്ടാളികളായിട്ട് കുറേ പേർ കൂടെ ഷുഗർ, PhD എന്ന് പറയുന്നത് പ്രഷർ ഹാർട്ട് ഡയബറ്റീസ്. PhD എന്ന് പറയുമ്പോൾ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ള ആ ഒരു PhDക്ക് പകരമായിട്ട് വയസ്സ് ഇരുന്നൂറും വരുന്ന PhD-ആണ് പ്രഷറും ഹാർട്ട് ഡിസീസും ഡയബറ്റീസും കൊളസ്ട്രോളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ അതിൻ്റേതായ അതൊക്കെ കൺട്രോളല്ലാതെ വരുമ്പോൾ ഒക്കെ ഉള്ള ശരീരത്തിന് വരുന്ന അസ്വസ്ഥതകളും പല അവയവങ്ങളെയും നമ്മുടെ ഓർമ്മയൊക്കെ ബാധിക്കുമ്പോൾ ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകളിലോട്ട് പോകുമ്പോൾ, അതായത് നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് പാറ്റേൺ, നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ, നാളെ എന്താവും, ഞാൻ ഒറ്റയ്ക്കാവൂ, അല്ലെങ്കിൽ എനിക്ക് ആരുണ്ട്, എനിക്ക് ഒരു ആവശ്യം വന്നാൽ ആരെങ്കിലും വിളിച്ചാൽ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലോട്ട് വരും. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ചിലരോടൊക്കെയുള്ള എന്നാലും എനിക്ക് അവരോട് മിണ്ടാൻ പറ്റത്തില്ല, ഞാൻ അവരോട് ക്ഷമിക്കത്തില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ്, ഒരു കയ്പിൻ്റെ നെഗറ്റീവ് ചിന്തകളായിരിക്കും, ചിലപ്പോൾ ആകുല ചിന്തകളായിരിക്കും, ചിലപ്പോൾ ചില കോപത്തിൻ്റെ ചിന്തകളായിരിക്കും, ചിലപ്പം നമുക്ക് പലരെ കുറിച്ചുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സാഹചര്യങ്ങൾ എന്തായാലും ദൈവം എന്നെ എന്തതിന് ഇങ്ങനെ ഈ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എന്തോത്തിന് അനുവദിച്ച്, അല്ലെങ്കിൽ ഈ ഒരു അസുഖം എനിക്ക് തന്നെ ദൈവം തന്നെ, അങ്ങനെയൊക്കെയുള്ള ദൈവത്തോടുള്ള ചില പരാതിയും വെറുവർക്കലും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലോട്ട് പോയി അതിൽ തന്നെ അഭിരമിച്ചുകൊണ്ടേ ഇരിക്കുമ്പം, അതിൽ തന്നെ ബ്രൂഡ് ഓവർ ചെയ്യുമ്പം നമ്മുടെ തലച്ചോറിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങൾ വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. തലച്ചോറിൽ പല രാസപദാർത്ഥങ്ങളുണ്ട്, ഒത്തിരി ന്യൂറോ കെമിക്കൽസ് ഉണ്ടെന്ന് പറയും. സെറട്ടോണിൻ, ഡോപ്പമിൻ, നോർഫിനെഫ്രിൻ, ഹിസ്റ്റമിൻ, അസിറ്റൈൽകോളിൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂറോ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം ചില വിഷാദം എന്ന് പറഞ്ഞാൽ ഒന്നിനും താല്പര്യമില്ലാതെ വിഷമിച്ച് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് പെട്ടെന്ന് വന്നു പോകാവുന്ന വികാരങ്ങളായിട്ട് വരാം. പക്ഷെ അതൊരു സ്ഥായീ ഭാവമായിട്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം, ഒരു 2 ആഴ്ച കൂടുതലൊക്കെ നമ്മളുടെ മനസ്സങ്ങ് വല്ലാതെ പെർവേസീവ് ലോ മൂഡ് എന്ന് പറയും, ഒരുപാട് വിഷമിച്ചിരിക്കുന്നു, ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ഒരു ഡിപ്രഷൻ്റെ തന്നെ ട്രയാഡായിട്ട് പറയുന്ന സിംറ്റംസ് ഉണ്ട്. 3 സിംറ്റംസാണ് ഡിപ്രഷൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പെർവേസീവ് ലോ മൂഡ്. ആ ഡിപ്രഷൻ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ വിഷാദം എന്ന് നമ്മൾ മലയാളത്തിൽ വിഷാദ രോഗം എന്ന് പറയുമ്പോൾ, വിഷാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ, വിഷമം, വിഷാദം, വിഷമം. അപ്പോൾ അത്യധികമായിട്ടൊരു മനോവിഷമം, അത് തന്നെയാണ് നിലനിൽക്കുന്ന പെർവേസീവായിട്ടുള്ളൊരു ലോ മൂഡ്. അത് വിഷാദത്തിൻ്റെ ഒരു സ്ഥായിയായിട്ടുള്ള ലക്ഷണമായിട്ട് നമ്മൾ പറയും. പിന്നെ ഡിക്രീസ് ഇൻട്രസ്റ്റ്, ഒന്നിലൊരു താല്പര്യമില്ല. മുമ്പ് നമുക്ക് വലിയ താല്പര്യമായിരുന്നു, ബൈബിൾ വായിക്കാൻ താല്പര്യമായിരുന്നു, പള്ളി വരാൻ താല്പര്യമായിരുന്നു, എല്ലാവരോടും മിണ്ടാനും ഇടപെടുകാനും സോഷ്യലൈസ് ചെയ്യാനും പല കലാകായിക വിനോദങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പത്രം വായിക്കുകയോ എല്ലാവരോടും മിണ്ടും ഇടപെടുകയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് കൊച്ചുമക്കളോട് ഒക്കെ സമയം ചെലവഴിക്കുന്നത് വലിയ താല്പര്യമുള്ള ആൾക്ക് പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് പതുക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, താല്പര്യമില്ല എന്ന് പറഞ്ഞു വരും. ഒന്നിനും താല്പര്യമില്ല, ഭക്ഷണത്തിനും താല്പര്യമില്ല,
TV കാണുന്നതിനും താല്പര്യമില്ല, പുറത്തോട്ട് ഇറങ്ങുന്നതിനും താല്പര്യമില്ല, ആരെയും കാണണ്ട, അങ്ങനെ അങ്ങ് ഡിക്രീസ് ഇൻട്രസ്റ്റും പ്രീവിയസ്ലി പ്ലഷറബിൾ ആക്ടിവിറ്റീസ്, ആനിഡോണിയ എന്നൊക്കെ പറയും. അതാ രണ്ടാമതൊരു സിംറ്റമായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു സിംറ്റമായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഡിക്രീസ് എനർജി ലെവൽസ് എന്ന് വെച്ചാൽ ഒന്നിനും ഒന്ന് ശക്തിയില്ല. ഈസി ഫെറ്റിഗബിലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് എപ്പോഴും കിടക്കണം, ക്ഷീണം, എപ്പോൾ നോക്കിയാലും അങ്ങ് മടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒന്നിനും ഒരു എനർജി ഇല്ലാത്ത, ഒന്നിന് ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിന് എനർജി ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇത് മൂന്നും ആ ഡിപ്രഷൻ്റെ ഒരു കാർഡിനൽ സിംറ്റംസ് ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ ഈ ലക്ഷണങ്ങൾ തന്നെ ഇപ്പം വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ പല കാരണങ്ങളുകൊണ്ട് വരാം. ഇപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ആയില്ലെങ്കിലും ക്ഷീണം വരാം, പ്രഷറിൻ്റെ വേരിയേഷൻസ് വന്നാൽ ഇതുപോലെ ക്ഷീണം വരാം, അതുപോലെ വേറെ പല പല കാരണങ്ങളുകൊണ്ട് ക്ഷീണം വരാം. എന്നാൽ ബാക്കിയുള്ള ഫിസിക്കൽ കോസസൊന്നും ഇല്ലാതെ ഇതുപോലുള്ള മനസ്സിൻ്റെ ഈ ഒരു ഡിപ്രഷൻ കാരണവും ഇതുപോലുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയാണ് നമ്മളിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും ഏറ്റവും കോമൺ ആയിട്ടുള്ള മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റിയാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദം, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ രോഗങ്ങൾ. ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ എന്താവും പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്നു, നാളെ എന്താവും ഭയങ്കര ടെൻഷൻ, വെപ്രാളം, വിയർക്കുന്നു, ചിലപ്പം അറ്റാക്ക് വരുന്നതൊക്കെ തോന്നും. അവിടെ ചെന്നിട്ട് ECG എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറയും ഒന്നുമില്ല, ഇത് ടെൻഷൻ അടിച്ചത്, പാനിക് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള എത്രയോ പേര് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പം ശരിയാണ്, ഹാർട്ടും അതുപോലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം പ്രയാസം വരുമ്പം തന്നെ നമ്മളുടെ അത് ശരീരത്തെയും കൂടെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് വരാം. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി നമ്മൾ പറയും. മനസ്സിൻ്റെ ആരോഗ്യവും, അതായത് ആരോഗ്യമുള്ള മനസ്സിലാണ്, ആരോഗ്യമുള്ള ഒരു മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ, സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും വളരെ മ്യൂച്വലി ഇൻ്റർലിങ്ക് ടുഗദർ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മനസ്സിന് ആരോഗ്യം പോയാൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അത് മോശം തട്ടും. പിന്നെ ശരീരത്തിന് ആരോഗ്യം പോയാൽ മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിന് എന്തെങ്കിലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, എന്തെങ്കിലും ഒടുവോ ചതവോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വിഷമവും നിരാശയൊക്കെയാണ്. അത് രണ്ടും വളരെ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണെന്നുള്ള കാര്യം. ഞാൻ ലോൺലിനെസ്, സോഷ്യൽ ഐസൊലേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ചില അബ്യൂസ് എന്ന് പറഞ്ഞാൽ പല പഠനങ്ങളിലൊക്കെ പറയുന്നത് കൂടുതൽ പ്രായമായവരിൽ 6ൽ ഒരാൾക്കെങ്കിലും ഒക്കെ പലതരത്തിലുള്ള അബ്യൂസ് എന്ന് പറയുമ്പോൾ വേർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ചിലപ്പോൾ ചില ശകാര വാക്കുകളുടെ മക്കളിൽ നിന്നായിരിക്കാം, മരുമക്കളിൽ നിന്നായിരിക്കാം, കൊച്ചുമക്കളിൽ നിന്നായിരിക്കാം, അയൽവക്കത്തു നിന്നായിരിക്കാം, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അത് ഏത് പ്രായത്തിൽ നേരിടാം. എസ്പെഷ്യലി നമ്മൾ വയസ്സൊക്കെ ആകുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ചൊറിയുന്ന വർത്തമാനം എന്നൊക്കെ നമ്മൾ പറയുകയല്ല, അതുപോലെ ഒരു ഇങ്ങനെ നമ്മളെ ഇത് തളർത്തുന്ന രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ആരും മനഃപൂർവ്വം പറഞ്ഞായിരിക്കത്തില്ല, ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഈ അടുത്ത് തന്നെ ഒരു പ്രായം ചെന്ന ഒരു അമ്മയും കൗൺസിലിംഗ് സമയത്ത് എല്ലാവരും മക്കളും മരുമക്കളും എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയുടെ വിചാരം എന്തോ എല്ലാവരും എന്നെയും ഒറ്റപ്പെടുത്തുവാണ്. പക്ഷേ അത് നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് അമ്മയ്ക്ക് തോന്നുന്നത് അമ്മ എല്ലാവരും ഏറ്റവും രാജകുമാരി രാജ്ഞിയെപ്പോലെ കരുതുകയും ചെയ്യുന്നു. പക്ഷെ അമ്മയുടെ വിചാരം എന്തോ എന്നെ ആരും എൻ്റെ അഭിപ്രായമൊന്നും നോക്കുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നവണൊക്കെ, എന്നെ ഇട്ട് തട്ടുന്നവണൊക്കെ. ചിലപ്പോൾ നമ്മളുടെ ചിന്താഗതി എങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അതിൽ ചെറിയ യാഥാർത്ഥ്യങ്ങൾ കാണാം. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ ഗണത്തിൽ നമുക്ക് എന്താ പറയാനൊക്കെ, കർത്താവ് അറിയാതെ അനുവദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം ഏറ്റവും നന്മയ്ക്കായിട്ടാക്കി തീർക്കും. നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് എവിടെയാണ് പറയുന്നത്? റോമർ 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവം തന്നെ ആ കാര്യങ്ങളെ നന്മയ്ക്കായിട്ട് ആത്യന്തികമായിട്ട് നമ്മളെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കാനും കർത്താവിന് നമ്മുടെ ഭാരങ്ങളെ വെക്കാനും കർത്താവിൻ്റെ വചനത്തിൽ കൂടുതൽ പേരുവാനൊക്കെ നമ്മുടെ ചില നിരാശകളോ ചില പ്രയാസങ്ങളോ ഒക്കെ തന്നെ നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും അത് നിത്യതയിൽ നമ്മളപ്പം നമ്മുടെ ചിലപ്പോൾ നമ്മൾ പ്രയാസപ്പെടുത്തിയവർക്കായിട്ട് നന്ദി പറയാം. അന്ന് ന്യായത്തിന് മുമ്പാകെ കർത്താവിന് മുമ്പാകെ ജീവിതത്തിന് കണക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് ഇന്ന ആളെൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് കർത്താവിന് ഞങ്ങൾക്ക് കൂടുതൽ അടുത്തല്ലോ, താങ്ക് യു, ഇന്നൊരാൾ തന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് ഭൂമിയിലായിരുന്നപ്പോൾ ഭയങ്കര ആ ആളെ കൊണ്ട് ഭയങ്കര വിഷമമായിരിക്കും. ഇന്നൊരാളുള്ളതായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമമാണല്ലോ. പക്ഷെ അന്ന് അത് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ കൂടുതൽ രണ്ട് തരത്തിലെ ആൾക്കാർ പ്രതികരിക്കും. ചിലരങ്ങ് എംബിറ്റേഡായിട്ട് ഭയങ്കര കയ്പും വിരോധവും ഒക്കെ ആയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട് പ്രശ്നങ്ങൾ വരുമ്പം. പിന്നെ ചില ആൾക്കാർ പ്രശ്നങ്ങൾ വരുമ്പം ഞങ്ങളെ അവിടെ താഴ്ത്തി, അവിടെ നമ്മളുടെ ആ ഈഗോ, ഞാൻ എന്നുള്ള ആ ഒരു ഭാവമൊക്കെ മാറ്റിവെച്ച ദൈവം അനുവദിച്ചാണ് കർത്താവ് എനിക്ക് എല്ലാവരും ബലം തരും എന്ന് പറഞ്ഞ് ആ ഒരേ പ്രശ്നം തന്നെ ചിലരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും, ചിലർ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് കുറച്ചുകൂടെ
സ്വീറ്റ് സെയിൽസ് ആയിട്ട് മാറും. കുറച്ചുകൂടി ഒരു നല്ല ക്രിസ്തുവിൻ്റെ സൗജന്യമുള്ള ക്രിസ്തുവിൻ്റെ ആ ഒരു താഴ്മയും സൗന്ദര്യവും വിനയും ആ ഒരു മനസ്സിലുമൊക്കെ ഉള്ള ആ ഒരു സ്വീറ്റ് സെയിൽസ് ഓഫ് ഗോഡായിട്ട് മാറും. ദൈവത്തിൻ്റെ മാധുര്യമുള്ള വിശുദ്ധന്മാരായിട്ട് മാറുന്ന ആൾക്കാരായിട്ട് മാറും. ഒരേ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഈ 60 വയസ്സിന് മേലെ ഉള്ളവർക്ക് പല പഠനങ്ങൾ പ്രകാരമൊക്കെ 14% പേർക്കും എന്തെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരാം എന്നുള്ളൊരു കാര്യം നമ്മൾ പല പഠനങ്ങളിലും കാണുന്നത്. അത് ഇറ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ചില പഠനങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പം അതിൻ്റെ പ്രവലൻസ് കൂടിയ സ്ഥലങ്ങൾ കാണാം, അത്രയും ഇല്ലാത്ത സ്ഥലങ്ങൾ കാണാം. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുള്ള തടസ്സങ്ങളായിട്ട് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാൻ നോക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഹേതുവാകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഏകാന്തതയും മറ്റുള്ളവരോട് ഇടപെടാതെ ഇരിക്കുന്ന ഒരവസ്ഥ, ഏകാന്തത, പിന്നെ അതുപോലെ തന്നെ വരുന്ന ഫിസിക്കൽ പ്രോബ്ലംസ്, വയസ്സ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുടെ കൂട്ടുകെട്ട്, അവർ കൂട്ടാളികളായിട്ട് വരുന്നത് കൊണ്ടും, പിന്നെ ചിലപ്പം ബാക്കിയുള്ളവരിൽ നിന്നൊക്കെയുള്ള ചില അബ്യൂസ്, അതുപോലെയൊക്കെയുള്ള ചില വ്യക്തിബന്ധങ്ങൾ, ചില ഉലച്ചിലുകൾ, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ചിലപ്പോൾ ഫൈനാൻഷ്യലായിട്ടും, ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ചിരുന്നതിൻ്റെ അത്രയും വയസ്സുകാലത്ത് നമുക്ക് അത്രയും ഒരു ഇൻകവും കാര്യങ്ങളൊക്കെ കാണണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പം അതിൻ്റേതായ ചില സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ, നമ്മളിതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള വീക്ഷണം കൂടെ കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ, ഇതൊക്കെ നമ്മളെ കൂടുതൽ മനസ്സിൻ്റെ സ്ട്രെങ്ത് ഉള്ളവരാക്കി മാറ്റാനും ഈ കാര്യങ്ങൾ തന്നെ മതി. എന്നുവെച്ചാൽ ഒരേ പ്രശ്നങ്ങൾ തന്നെ നമ്മളെ ഒന്നുകിലും ബെറ്റർ ആക്കും അല്ലെങ്കിൽ ബിറ്റർ ആക്കും. ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ നല്ല ആൾക്കാരാക്കും. എന്നുവെച്ചാൽ റെസിലിയൻസ് ഉണ്ടാകുന്നവരാകുമെന്ന് പറയുന്നത് പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ, ഇപ്പം ഒരു പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലാത്ത ആൾക്കാർ വളരെ വീക്കായിരിക്കും. പക്ഷെ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്ന ആൾക്കാർ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് നേരിടാനുള്ളൊരു ചങ്കൂറ്റത്തോടെ, ഇതാണ് പ്രശ്നം, അതൊക്കെ ഞങ്ങൾ എത്ര നേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലായിരിക്കും അവർ കാണുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ റിസ്ക് ഫാക്ടേഴ്സായിട്ട് ഓരോ സ്ട്രെസ്സും സമ്മർദ്ദമൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഒരേ പ്രശ്നങ്ങൾ തന്നെ ചിലർ ബെറ്ററാക്കും, ചിലർ കൂടുതൽ ബലവാന്മാരാക്കും, ചിലർ കുറച്ചുകൂടി ബിറ്ററാക്കും എന്ന് പറഞ്ഞാൽ കയ്പ് നിറഞ്ഞ് എല്ലാത്തിനും പരാതിയും വെറുതെ ഒന്നിനൊരു തൃപ്തിയില്ല, എപ്പോഴും കോപവും ദേഷ്യവും അരിശവും വിദ്വേഷവും പകയും ഒക്കെ ആയിട്ട് അങ്ങ് ബിറ്ററായിട്ട് കയ്പായിട്ടായിത്തീരുന്ന ആൾക്കാരായിപ്പോൾ. അപ്പം അത് നമ്മൾ ബെറ്ററാവോ ബിറ്ററാവോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഈഗോ, ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബിറ്ററായി പോകും. പക്ഷേ അവിടെ ഞാനല്ല കർത്താവേ, ഞാനോ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കേണ്ടത്, യേശുവാണ്, ക്രിസ്തുവാണ് ഇനി ജീവിക്കേണ്ടതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ 2:20 പറയുന്നത്. അപ്പോൾ അവിടെ ഞാനല്ല കർത്താവേ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കർത്താവേ അങ്ങ് ക്രൂശിക്കപ്പെട്ടതുപോലെ ഞാൻ ക്രൂശിനായിട്ട് എന്നെ തന്നെ മരണത്തിനായിട്ട്, എൻ്റെ സ്വയത്തിൻ്റെ മരണത്തിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ ഇവിടെയൊക്കെ താഴ്ന്നു കൊടുക്കുന്നു, ഞാൻ എന്നെ തന്നെ ഇവിടെയൊക്കെ താഴ്ത്തുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ ഒരു സ്നേഹവും സന്തോഷമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വന്നെന്ന് അറിയും. നമ്മളുടെ ഈഗോ, ഞാൻ എന്നുള്ള ഒരു ഭാവമൊക്കെ മാറ്റി വെച്ച് നമ്മളെ തന്നെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ താഴ്ത്തുമ്പോൾ, നിങ്ങൾ ശിശുക്കളെ പോലെ മനം തിരിഞ്ഞ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ആരാ പറഞ്ഞേ? യേശു കർത്താവ് തന്നെ മത്തായി 18:3 പറയുന്ന വാക്യമാണ്. നമ്മൾ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആ സമയം പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, അപ്പോൾ കർത്താവ് നമ്മളുടെ ഒരു ഫ്രഷായിട്ട്, നമ്മളൊരു പക്ഷേ പാരമ്പര്യമായിട്ട് ഒത്തിരി നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നു. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? കർത്താവിനെ വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് മത്തായി 7:21 ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിലോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ഇപ്പം നമ്മൾ കേട്ട ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തുന്നു. ഒരു സാഹചര്യങ്ങൾ, പല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരട്ടെ, ആ സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ താഴ്ത്തുമ്പോൾ കർത്താവ്, അതുവരെ നമ്മൾ ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് യേശു കർത്താവ് എന്നൊക്കെ പല കാര്യങ്ങൾ പറയുകയും പാടുകയൊക്കെ നമ്മൾ ചെയ്ത് കാണും. പക്ഷേ ഈ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ ഫ്രഷായിട്ട് കടന്നു വരുന്നത് ഇതുപോലെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കും. ആ സമയത്ത് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തൊരു സമാധാനം, സകല ബുദ്ധിയും കവിയുന്നൊരു സ്വർഗീയ സമാധാനത്തെക്കുറിച്ച് ഫിലിപ്പിയർ 4:7 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്, കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് അവിടെ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്,
അതിൻ്റെ 6ാമത്തെ വാക്യത്തിൽ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അഭയാചനയാലും നിങ്ങളുടെ റിക്വസ്റ്റുകൾ, നിങ്ങളുടെ അപേക്ഷകളൊക്കെ ക്രിസ്തുവെങ്കിൽ ഫലമേൽപ്പിക്കുക, എങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ആ സ്വർഗീയമായിട്ടുള്ള സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമെന്നാണ് പറയുന്നത്. ഒരു എക്സ്ചേഞ്ച് ഓഫർ. നമ്മളുടെ അപേക്ഷകളൊക്കെ നമ്മുടെ ഭാരവും പാണ്ടക്കെട്ടും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ വലിയൊരു സമാധാനം, വലിയൊരു ശാന്തത. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് യോഹന്നാൻ 14:27 വാക്യത്തിൽ പറയുക. കർത്താവ് ക്രൂശിക്കപ്പെടാൻ തൊട്ട് മുമ്പ്, ക്രൂശിക്കപ്പെടാൻ പോവുക, 18-ാം അധ്യായം ആകുമ്പോഴത്തേക്കും കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അവർ തൊട്ട് മുമ്പേ ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി യൂദാസ് വെട്ടി കൊടുക്കാൻ വേണ്ടി അപ്പകണ്ടവും വാങ്ങിച്ച് പോയി. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് ചേർത്ത് സംസാരിക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുത്. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം എങ്ങനെ? എല്ലാം നന്നായിട്ടിരിക്കുന്നു, എല്ലാം ഓക്കെയാണ്, നമുക്ക് അക്കൗണ്ടിലെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരും നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നമുക്ക് ശുശ്രൂഷിക്കായിട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ സമാധാനമാണെന്ന് പറയുന്നത് സമാധാനം അത് ലോകക്കാർക്കും ഉണ്ട്. പിന്നെ നമുക്ക് ദൈവമക്കൾക്കുള്ള സ്പെഷ്യൽ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങൾ അഡ്വേഴ്സായിട്ട്, ചില കാര്യങ്ങൾ പ്രതികൂലമായിട്ടിരിക്കുന്ന സമയത്തും യേശുവിന് മാത്രം തരാൻ കഴിയുന്നൊരു സമാധാനമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്, ഒരു ശാന്തതയുണ്ട്, ഒരു തൃപ്തിയുണ്ട്. അത് നമ്മൾ ആ സാഹചര്യങ്ങളിലും കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ, കർത്താവിനെ നമ്മളെ തന്നെ കാട്ടി അങ്ങനെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കർത്താവ് ഫ്രഷായിട്ട് കർത്താവ് കടന്നു അവിടുത്തെ സ്നേഹത്തിനെ നിറയ്ക്കണം, അത് സമാധാനത്താലും സന്തോഷത്തിലേക്ക് നിറയ്ക്കണമെന്ന് അങ്ങനെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയും വചനത്തിലേക്ക് നമ്മൾ കൂടുതൽ തിരിയുകയും കൂട്ടായ്മയിലേക്ക് കൂടുതൽ തിരിയുകയും ചെയ്യും. നമുക്ക് അതാ അപ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവൊന്ന് നിറഞ്ഞ് ആത്മാവിൽ നിന്ന് ആ സമാധാനം എങ്ങോട്ട് നിറഞ്ഞു കവിയും നമ്മളുടെ മനസ്സിലേക്ക്. നമ്മൾക്ക് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറഞ്ഞ 3 ഘടകങ്ങളുള്ളതായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ്, ദേഹി, ദേഹം എല്ലാം ക്രിസ്തുയേശുവിങ്കൽ നാൾ വരെ അശേഷം നിർമ്മലമായിരിക്കട്ടെ എന്നാണ് അവിടെ 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിക്കുന്നത്. സ്പിരിറ്റ് ഉണ്ട്, സോളുണ്ട്, ബോഡിയുണ്ട്. ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ശരീരം, നമ്മൾ തൊട്ട് നോക്കാൻ പറ്റുന്ന ഈ ശരീരമാണ് ബോഡി, ശരീരം. പിന്നെ നമ്മളുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ, അതാണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ്. ആ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ദേഹി എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം നമ്മുടെ എന്താ പറയുക, പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം ദേഹി എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ് സൈക്കി അല്ലെങ്കിൽ സുക്കെ എന്ന് പറഞ്ഞൊരു വാക്ക്. അപ്പോൾ ആ സൈക്കി എന്നുള്ളതിൽ നിന്നാണ് സൈക്യാട്രി എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. സൈക്കി ആട്രിയെ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഓഫ് ദ സോൾ എന്നാണ്. ഹീലിംഗ്, അതായത് പ്രാണൻ്റെ സൗഖ്യം എന്നാണ് ആ സൈക്യാട്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ. അപ്പോൾ ആ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻസാണ്, നമ്മുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ദേഹി. അപ്പം ആ ദേഹിയിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം വരണമെങ്കിൽ ആത്മാവിൻ്റെ തലത്തിൽ അതിന് അതീതമായിട്ടാണ് ദൈവമായിട്ടുള്ളൊരു ബന്ധം. ആത്മാവിൻ്റെ തലത്തിൽ ആത്മാവ്, ദേഹി, ദേഹം. അപ്പം സാധാരണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമ്പോൾ നമുക്ക് ദേഹിയിൽ താൽക്കാലികമായിട്ടൊരു സമാധാനം തോന്നും. ചിലപ്പം എന്തെങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കുമ്പോഴോ എന്തെങ്കിലും ഒരു കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ ദേഹിയിൽ കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനം തോന്നും. അത് താൽക്കാലികമായിട്ട് തോന്നുന്നതായിരിക്കാം. പക്ഷെ ആത്മാവിനൊരു സമാധാനം കർത്താവ് തരുന്നത് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരു സമാധാനം, അത് നമ്മളുടെ ദേഹിയെയും, അതാ നമ്മുടെ ഹൃദയങ്ങളെയും എന്ന് പറയുമ്പോൾ ആത്മാവിനെയും പിന്നെ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുന്ന ഫിലിപ്പിയർ 4:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ സമാധാനം നമ്മുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ നിലവുകളെ, നമ്മളുടെ ദേഹിയെ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ ആ ഒരു സമാധാനം നിറഞ്ഞു കവിയും. അത് പിന്നെ നമ്മളുടെ വാക്കുകളിലൂടെ, ദേഹത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നോട്ടത്തിലൂടെ, കേൾവിയിലൂടെ, സംസാരത്തിലൂടെയൊക്കെ അത് ആ സമാധാനം നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ മറ്റുള്ളവർ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം, ഇന്ന ആളുടെ അടുത്ത് പോവുകയും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചാൽ കുറച്ചൊരു സമാധാനമുണ്ട്. ചിലരോട് സംസാരിച്ചുള്ള സമാധാനം കൂടെ പോകുന്നത് അറിയുന്നത്, അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഉള്ള സമാധാനം കൂടെ പല പരദൂഷണോ അത് ഇതൊക്കെ എല്ലാത്തൊക്കെ അത് പാലവെപ്പ് അതൊക്കെ പറഞ്ഞ് ചിലരോട് സംസാരിച്ചുള്ള സമാധാനം കൂടെ പോകും. ചിലരോട് സംസാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ മനസ്സ് കുറച്ച് കലങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും ഇന്ന ആ ആളോട് കുറച്ച് നേരം സംസാരിച്ച് മനസ്സ് കുറച്ചൊക്കെ ഫ്രീ ആവും. എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ കേൾക്കും, നമുക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയും, ഗൈഡൻസ് ഒരു കറക്ഷൻ്റെ ഒരു വാക്ക് പറയും എന്ന് പറയുന്നത് പോലെ ആ നമ്മൾ ദൈവമുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പം കർത്താവിൻ്റെ ഒരു സമാധാനം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ദേഹിയിലോട്ടും നമ്മുടെ ദേഹത്തിലൂടെ നമുക്ക് അതാണ് യഥാർത്ഥത്തിലുള്ളൊരു മനസ്സിന് യഥാർത്ഥത്തിലുള്ളൊരു ആരോഗ്യം.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ തടസ്സങ്ങളായിട്ടുള്ള പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ എല്ലാവർക്കും അതൊന്ന് മൂടിക്കെട്ടി വെച്ച് ആരോടും പറയാതിരിക്കാനാണ് പലർക്കും താല്പര്യം. ഇപ്പോൾ നമുക്കൊരു ഉറക്കക്കുറവുണ്ട്, ചിലപ്പോൾ മനസ്സിന് വല്ലാതെ വിഷമമുണ്ടോ, ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് വല്ല കുഴപ്പമുണ്ട് ആരെങ്കിലും പറഞ്ഞാലോ തിരിച്ച് നമ്മൾ ആരോടും പറയാതെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ വല്ല ചെവിവേദന ഉണ്ടെങ്കിൽ നമ്മളൊരു ENT ഡോക്ടറെ പോയി കാണിക്കും. നമുക്ക് വല്ല ഹാർട്ടിന് പ്രോബ്ലം, നെഞ്ചുവേദന എടുക്കുകയാണെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ പോയി കാണിക്കും. കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കും. മനസ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പലരും ഇന്ന് മന്ത്രവാദികളുടെയൊക്കെ പിന്നാലെ പോകുന്ന കാലമാണ്. എന്നാൽ മനസ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ ഡോക്ടേഴ്സ്, ഞങ്ങളെപ്പോലുള്ള സൈക്യാട്രിസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ളൊരു കൗൺസിലിങ്, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കുറച്ചൊന്ന് ഉറക്കത്തിൻ്റെയോ മനസ്സിൻ്റെയൊക്കെ ഒരു ടെൻഷൻ കുറക്കാളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ചെറിയ മരുന്നുകൾ എടുക്കുന്നത് അതൊന്നും ദോഷമുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ ആരോഗ്യസ്ഥിതിയും ബാക്കി എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ എടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ചായിരിക്കും ഒരു പഠിച്ച ഒരു ഡോക്ടർ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം അത് ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മൊത്തം എടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള പലരുടെയും തെറ്റിദ്ധാരണയാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവുന്നതനുസരിച്ച് നമുക്ക് പതുക്കെ ടേപ്പർ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മരുന്നുകളൊക്കെ ദിവസമായിട്ട് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ചില വിശ്വാസികളുള്ളവർക്ക് പലപ്പോഴും ഈ പ്രശ്നം, ഡോക്ടറെ പ്രാർത്ഥിച്ചാൽ പോലെ മരുന്നെടുക്കുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചിട്ട് പക്ഷേ സൗഖ്യം ആവുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ലോജിക്കൽ സ്റ്റെപ്പ്, അതായത് ഈ മരുന്നുകളെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സാധാരണ സൃഷ്ടിച്ചതൊന്നും അല്ലെങ്കിൽ മരുന്നുകൾ ദൈവം സൃഷ്ടിച്ച മൂലകങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവം തന്നെ കൊടുത്ത ബുദ്ധിയിൽ ക്യാപ്സ്യൂളായിട്ടൊക്കെ ടാബ്ലറ്റായിട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്ന സംഭവം തന്നെ നമ്മൾ എടുത്ത് തരുന്നുണ്ട്. അത് സാധാരണ സൃഷ്ടിച്ച മോളിക്യൂൾസ് ഒന്നുമല്ല. അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ അത് ശാസ്ത്രമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള നമുക്ക് ആരോഗ്യത്തിന് ഗുണപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ മനസ്സിന് ആരോഗ്യത്തിന് വലിയൊരു തടസ്സം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും അബദ്ധധാരണകളും അജ്ഞതയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറി മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും വരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെൽപ്പ്, അതിന് തക്കവണ്ണമുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ അതിൻ്റെ ഒരു മടിയോ അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് എടുക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക വേണ്ട, മറിച്ച് അവരെ കുറ്റപ്പെടുത്തിയോ. ഇന്നൊരു ചെറുപ്പക്കാരൻ 32 വയസ്സുണ്ട്, ഇവിടുന്ന് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു 32 വയസ്സും വൈഫ് അത്രയും കൂടെ പ്രായം കാണത്തില്ല. അപ്പം അവർ കുറച്ച് നാൾ ഈ മദ്യപാനമൊക്കെ ആയിട്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ വന്നേ. അപ്പോൾ കുറച്ച് നാളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സന്തോഷമായിട്ട് പോകുമായിരുന്നു. കുറേ നാളായിട്ട് കാണുന്നില്ല. ഇന്ന് അപ്പോൾ റിവ്യൂവിന് ഇന്ന് വന്നു. അപ്പോൾ ഇന്ന് വന്നപ്പം ഇന്നലെ വരെ പിന്നെ കുറച്ച് നാളായിട്ട് ഇപ്പോഴും പിന്നെ മദ്യപിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറ്റി, കുറേ നാളായി കണ്ടില്ല, ഇപ്പം പിന്നെ എന്ത് വെച്ച് മദ്യപാനമൊക്കെ തുടങ്ങി? അപ്പം ഡോക്ടറെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞാനതങ്ങ് നിർത്തി. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെ അതിനെ പോയത്. ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിനോട് ഒന്ന് ചികിത്സിക്കാൻ പറയാറുണ്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലപ്പോഴും പലരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിനെടുത്ത് അങ്ങനെ ആവുകയോ അങ്ങോട്ട് അങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളൊക്കെ കാരണമാണ് പലപ്പോഴും ആൾക്കാർ പലരും പല ആത്മഹത്യയുടെയും പലതരത്തിലുള്ള ഇപ്പം തന്നെ പല ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുമ്പോൾ എല്ലാം മനസ്സിന് ആരോഗ്യ പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞെങ്കിൽ പോലും പലതും പല സംശയ രോഗങ്ങൾ, ജീവിത പങ്കാളിയെ അകാരണമായിട്ടുള്ള സംശയം. ഇന്നലെ കുവൈറ്റിൽ നിന്നുള്ളൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഹസ്ബൻഡും വൈഫും ഹസ്ബൻഡ് അങ്ങ് വൈഫിനെ അങ്ങോട്ട് തിരിഞ്ഞാലും സംശയം ഇങ്ങോട്ട് തിരിഞ്ഞാലും സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഒക്കെ പല കൊലപാതകങ്ങളൊക്കെ ഇപ്പം അവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ പത്രവാർത്തകളിൽ പല കൊലപാതകങ്ങളും ആത്മഹത്യയൊക്കെ കാണുമ്പോൾ പലതിൻ്റെ കാരണം ഈ സംശയ രോഗങ്ങളും പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരം കാരണമൊക്കെ ഉണ്ടായിട്ടുള്ള പല തെറ്റായിട്ടുള്ള പല പ്രവണതകളും പല അഡിക്ഷൻസും പലതരത്തിലുള്ള ഇതിലോട്ടൊക്കെ പോകുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് തക്കവണ്ണമുള്ളൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിലൊന്നും നമ്മൾ അമാന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ മനസ്സിൻ്റെ എനിക്കൊരു തന്നിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അപ്പം മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഡിപ്രഷൻ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ മറ്റുള്ളവരോട് ഇടപഴകുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഉറക്കക്കുറവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ, ആത്മഹത്യാ ഭീഷണി, ആത്മഹത്യയെക്കുറിച്ചുള്ള സംസാര എഴുത്തുകൾ, ശ്രമങ്ങൾ, ഇതൊക്കെ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. ഞാൻ എൻ്റെ കാരണത്ത് കുറച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിനെ കുറിച്ച് പറയുന്ന കുറച്ച് പാംഫ്ലെറ്റ്സ് മാതിരിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റായിട്ട് പറയുന്നുണ്ട്. അത് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ ആ ഫോട്ടോ ഗൂഗിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ സഞ്ജീവ് കരുനാഗപ്പള്ളി സെർച്ച് ചെയ്താൽ തന്നെ ഞാൻ അതിൻ്റെ പാംഫ്ലെറ്റ്സ് കുറച്ച് ഇവിടെ സാറിന് തരാം. അപ്പോൾ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കോപ്പി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ
പലപ്പോഴും പലരും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാതെ നമ്മൾ തന്നെ വിചാരിക്കും. നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ തന്നെ ആത്മഹത്യകളുടെ റേറ്റ് ഒത്തിരി കൂടുതലാണ്. ബാക്കി പല ജില്ലകളിലേക്ക് നിന്ന് കേൾക്കുമ്പോൾ സൈക്യാട്രിസ്റ്റുകളായിട്ട് ഞങ്ങൾക്ക് വളരെ നാണക്കേടായി. ഞാൻ പറയുന്നത് എന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ശരിയാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഒത്തിരി ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് തടയാമായിരുന്ന പല കാര്യങ്ങളുമൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടുമൊക്കെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പലയിടത്തും വരുന്നത് നമുക്കറിയാം. പിന്നെ മനസ്സിൻ്റെ സമ്മർദ്ദം, ആകുല ചിന്തകൾ, സംസാരം കൂടുന്നു കുറയുന്നു, ഇതൊക്കെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ട് വരാം. ശ്രദ്ധക്കുറവ്, വിശപ്പില്ലായ്മ, ഭയം, സംശയം എന്നൊക്കെ പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട്. ആരൊക്കെയോ എനിക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, ആരോ കൂടോത്രം ചെയ്തു, ആരോ അത് ചെയ്തു, ആരോ എന്നെ അടിക്കാൻ വരുന്നു, കൊല്ലാൻ വരുന്നു. ഇന്ന് തന്നെ ഞാൻ കഥ പറയാൻ തുടങ്ങി ഒത്തിരി കഥകൾ കണ്ടു. അപ്പോൾ ഇന്ന് ഒരു 10-28 വയസ്സുള്ള ഒരു യുവതിയെ കൊണ്ട് അമ്മയും അച്ഛനും കൂടെ വിവാഹിതയായ യുവതിയാണ്. പക്ഷേ വല്ലാതെ ഭർത്താവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം വല്ലാതെ ടെൻഷൻ പുള്ളിക്കാരത്തേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ആരൊക്കെ എനിക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, ആരെന്ത് പറഞ്ഞാലും എന്നെക്കുറിച്ച് അവർ പറയുന്നതെന്ന് പറയുന്നു. അതൊക്കെ ടിപ്പിക്കലായിട്ടുള്ള സൈക്കോസിസിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞു ഒന്ന് പേടിക്കണൊക്കെ, മെഡിസിൻസ് കഴിച്ചാൽ അയ്യോ ഡോക്ടറെ മെഡിസിൻ കഴിക്കണോ, മെഡിസിൻ കഴിച്ചാൽ പിന്നെ എപ്പോഴും കഴിക്കേണ്ടി വരത്തില്ലേ ഡോക്ടർ, എന്തെങ്കിലും ഇത് കൗൺസിൽ ചെയ്തൊക്കെ മാറ്റിയാൽ മതി, ചിലർ ഹിപ്നോട്ടൈസ് ചെയ്തൊക്കെ മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞു അത് മെഡിസിൻ കഴിക്കേണ്ടതാണെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് മെഡിസിൻ കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മെഡിസിൻസൊക്കെ എഴുതി കൊടുത്തു. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ളതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ല മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ദിവസം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിലർക്ക് ചില ഡോസുകൾ കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ വരികയും വളരെ മനസ്സ് ശാന്തതയോടെ എത്രയോ പേര് നമുക്ക് വന്ന് കുറച്ച് മാസങ്ങൾ കഴിച്ച് തന്നെ ടാബ്ലറ്റ് അങ്ങ് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് നിർത്താനൊക്കെ പറ്റുന്ന എത്രയോ കേസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലർക്കാണെങ്കിൽ ഒരേ അമിത വൃത്തിയായിരിക്കും, കൈ കഴുകിയാലും തൃപ്തിയാവത്തില്ല. അങ്ങനെ വീണ്ടും കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു, കുളിക്കാൻ 2 മണിക്കൂർ എടുക്കുന്നു. പക്ഷേ ടാങ്കിൽ വെള്ളം തീർന്നാലും ഇവരുടെ കുളി തീരത്തില്ല. അതുപോലെ അമിത വൃത്തി, അതൊക്കെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ചില വൈകാരിക മരവിപ്പ്, കോപം നിയന്ത്രിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ, പിന്നെന്താ കാരണമില്ലാതെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ലേഡി, ഓരോന്ന് പറയുമ്പോഴും ഓരോ പേഷ്യൻസിൻ്റെ കാര്യം പറയാൻ കാണുന്നത് വെച്ചാൽ ഇന്നലെ ഒരു ലേഡി അവർ ഒത്തിരി ന്യൂറോളജിസ്റ്റിനെയും കാർഡിയോളജിസ്റ്റിനെയും ഫിസിഷ്യൻസിനെയും എല്ലാവരും ഒത്തിരി ഡോക്ടേഴ്സിനെല്ലാം കാണിച്ചു. ഒത്തിരി ലക്ഷണങ്ങളെല്ലാം വെച്ചാൽ അവിടെ വേദന ഇവിടെ വേദന, മരവിപ്പ്, ഓർമ്മക്കുറവ്, അതെല്ലാം. പക്ഷേ എല്ലാം ടെസ്റ്റും സ്കാനും എല്ലാം നോർമലാണ്, ലാബ് ടെസ്റ്റ് എല്ലാം നോർമൽ. അപ്പോൾ പറഞ്ഞ് മനസ്സിന് ഡോക്ടറെ പോയി കാണിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ മനസ്സിൻ്റെ പ്രോബ്ലങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള പല ലക്ഷണങ്ങൾ വരാം. അപ്പോൾ കാരണം വേറെ ശാരീരികമായിട്ടുള്ള കാരണമില്ലാതെയുള്ള ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം തന്നെ, ഡിപ്രഷൻ കാരണം തന്നെയും ആൻസൈറ്റി കാരണം തന്നെയും ഇല്ലാത്ത അവരെ സംബന്ധിച്ചുള്ള അത് റിയൽ ആയിരിക്കും ആ വേദനയും കാര്യങ്ങളൊക്കെ. പക്ഷേ ശരിക്കും അവരുടെ ആ ഒരു ഡിപ്രഷൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതുപോലുള്ള ശാരീരിക ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നു, തന്നെ ഇരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കുറുകുറുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ, അക്രമ സ്വഭാവം, ശാരീരിക ശുചിത്വം ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, കാരണമില്ലാതെ ജോലി ചെയ്യാതിരിക്കുന്നു, ബാക്കിയുള്ളവർ തന്നെ എന്തോ നിയന്ത്രിക്കുന്നു എന്നുള്ള ചിന്തകൾ, അങ്ങനെ പല വിചിത്രമായിട്ടുള്ള പല അനുഭവങ്ങളും ചിന്താഗതികളും ഓർമ്മ പ്രശ്നങ്ങളും. അത് പിന്നെ ഓഫ്കോഴ്സ് ഈ സീനിയർ സിറ്റിസൺസിനായാലും പറയുന്നത് ശരിയാണ്. പ്രായത്തിനനുസരിച്ചുള്ള ചില ഓർമ്മക്കുറവുകളൊക്കെ പ്രായത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിലും വരാം. പിന്നെ അത് വല്ലാതെ ഒരു മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ തരത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ, എക്സസീവായിട്ട് അത് അമിതമായിട്ടുള്ള ഒരു ഓർമ്മക്കുറവിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ സ്ട്രെസ്സ് എത്രയും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും ഒന്ന് ഫ്രീ ആയിട്ട്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ഭാരങ്ങളും കർത്താനും ഇട്ട് കൊടുത്ത് മനസ്സ് ഫ്രീ ആയിട്ട്, ആരോടൊരു കയ്പും വിരോധവും വിദ്വേഷമൊന്നും സൂക്ഷിക്കാതെ എല്ലാവരോടും ക്ഷമിച്ച് സന്തോഷമായിട്ടിരിക്കുക. ആ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്നത് തന്നെ അത് മറവി രോഗത്തെ ചെറുക്കാൻ ഒത്തിരി നല്ലൊരു മറുമരുന്നാണ്. പിന്നെ വ്യായാമം, അത് നമ്മുടെ ശാരീരിക രോഗങ്ങൾക്ക് മാത്രമല്ല മനസ്സിൻ്റെ രോഗങ്ങൾക്കും ഓർമ്മയ്ക്കും എല്ലാം നല്ലതാണ് വ്യായാമം. നമ്മളെന്ന് നടക്കുന്നു, ഷട്ടിൽ കളിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വീട്ടിൽ തന്നെ പല ജോലികളും കാര്യങ്ങളൊക്കെ, ചെറിയ കൃഷിയോ ചെറിയ വീട്ടിലെ പണികളും കാര്യങ്ങളോ, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വ്യായാമം, ശാരീരിക വ്യായാമം. പിന്നെ സോഷ്യലൈസേഷൻ, മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതിയൊക്കെ തന്നെ നമ്മൾ ആരോടും മിണ്ടാതെ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ഓർമ്മകൾ നശിച്ചു പോകാൻ സാധിക്കും. അപ്പം പലപ്പോഴും ഞാൻ ഇതുപോലുള്ള ആൾക്കാരെയും കൊണ്ട് വരുമ്പോൾ ഞാൻ അവരോട് പറയും, വീട്ടിലെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മുതിർന്നവരോടും കൂടി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരോടും കൂടെ അഭിപ്രായം ചോദിച്ച്
കാര്യങ്ങളെല്ലാം ചെയ്യണം, അവരെ എല്ലാത്തും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, എല്ലായിടത്തും എല്ലാ ഫംഗ്ഷനും അവരെയും കൂടെ കൊണ്ടുപോകണം. അപ്പം നമ്മൾ എല്ലാവരോടും ഇപ്പം ഉപയോഗിക്കാത്ത പിച്ചാത്തി തുരുമ്പ് പിടിക്കുന്നു പറയുന്നത് പറഞ്ഞാൽ നമ്മൾ തലച്ചോറ് ഉപയോഗിക്കാതിരുന്ന കുറച്ച് കഴിയുമ്പോൾ ഉള്ള ഓർമ്മയൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ റിട്ടയർ ആയി കഴിയുമ്പോൾ ഞാനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കാതെ നമ്മൾ പല കാര്യങ്ങൾ, പല ജോലികൾ, പല കാര്യങ്ങൾ വായിക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, കൊച്ചുമക്കളുമായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ നമുക്ക് പറ്റുന്ന നമുക്ക് ഉള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുന്നു. അത് അവർക്ക് മാത്രമല്ല നമുക്കും അത് ഗുണപ്പെടും. എന്ന് വെച്ചാൽ നമ്മളുടെ ഓർമ്മ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കാൻ, നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ഫങ്ഷനായിട്ടിരിക്കാൻ, അതിൻ്റെ ഡിമെൻഷ്യ ചെറുക്കാനൊക്കെ ഈ എക്സസൈസ്, വ്യായാമം, സ്ട്രെസ് ഫ്രീ ആയിട്ട് മനസ്സ് സൂക്ഷിക്കുന്നത്, സോഷ്യലൈസേഷൻ, പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അത് മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി മെമ്മറി പ്രോബ്ലംസിനെയൊക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ടീസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ക്വിസ്, പദപ്രശ്നം, സുടുക്കു, അതൊക്കെ ഉള്ളവരെ നമുക്ക് പൂരിപ്പിക്കാൻ നോക്കും. നമുക്ക് പുതിയ കാര്യങ്ങൾ, ലേണിംഗ് ന്യൂ സ്കിൽസ്, ഇതെല്ലാം നമുക്ക് പുതിയ പാട്ടുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ബൈബിളിലെ വചനങ്ങൾ പുതുതായിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യാനൊക്കെ നോക്കുന്നു, ഓർമ്മിക്കാൻ നോക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓർമ്മശക്തിയെ ഒന്ന് ചലഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ മറവി രോഗമൊന്നും വരാതൊക്കെ കാത്തു സൂക്ഷിക്കാൻ അതൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, പിന്നെ അടിമത്തങ്ങൾ, അതായത് ലഹരി പദാർത്ഥങ്ങൾ, അടിമത്തങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ, വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹ ദാമ്പത്യ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, പഠന വൈകല്യം, അങ്ങനെ ഒത്തിരി ലിസ്റ്റ് ഓഫ് സിംറ്റംസ് പറയാനുണ്ട്. അങ്ങനെയുള്ള സിംറ്റംസ്, ചില കുറ്റബോധങ്ങൾ, ചില ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, പല കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ മനസ്സിന് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മൂടിമറച്ച് വെക്കാനല്ല, ആത്മഹത്യയോ അതുപോലെയൊക്കെയുള്ള പല അങ്ങനെയൊക്കെയുള്ള പിശാചിൻ്റെ ചിന്തകളിലോട്ട് നമ്മളുടെ മനസ്സിന് ഇടം കൊടുക്കാതെ ആരോഗ്യകരമായ രീതിയിൽ കാര്യങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഹെൽപ്പ് കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മനസ്സിനെ ഡോക്ടറെ കാണുന്ന കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തതിൽ തെറ്റില്ല.